ഹായ് ടീച്ചേഴ്സ്. അപ്പൊ ഇന്ന് നമ്മളെ രണ്ടാമത്തെ ടീച്ചറുടെ ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാൻ വരുന്ന സമയത്ത് 2-3 ടീച്ചേഴ്സിനെ വിളിക്കാറാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് വേറെ ടീച്ചറും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ കരിയർ ജേണി കേൾക്കാൻ പോകുന്നത് രഹന എന്ന് പറഞ്ഞ ടീച്ചറെ കുറിച്ചാണ്. രഹന ജിദ്ദയിൽ നിന്നാണ്. ആള് മാത്തമാറ്റിക്സ് ടീച്ചറാണ്. എനിക്കൊരു അതിനെ കുറിച്ച് കുറേയൊന്നും അറിയില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, വീഡിയോ നീട്ടിക്കൊണ്ട് പോവാതെ. എന്നിട്ട് പിന്നെ രഹനൻ്റെ അടുത്ത് പോവാം. അപ്പോൾ രഹന ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു അർജന്റ് വേക്കൻസി, നമ്മളിപ്പോൾ വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ, അർജന്റ് വേക്കൻസി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് ആൾക്ക് ഇവിടുത്തെ സ്കൂളിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ആളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആളോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഹൗ ടു ബിക്കം ആൻ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് എടുക്ക്. അപ്പൊ എനിക്ക് രഹനയിൽ കണ്ടൊരു ക്വാളിറ്റി, പറയുന്ന കാര്യം നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അതുപോലെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സംശയമില്ലായിരുന്നു ആൾക്ക്. ആള് പെട്ടെന്ന് ഹൗ ടു ബിക്കം എടുത്തു. പെട്ടെന്ന് വാച്ച് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ട് ആള് പോയി. എന്താ ഉണ്ടായത്? ജോലി കിട്ടിയില്ല. നമുക്ക് കിട്ടിയില്ല എന്ന് പറയാൻ ഒരു മടിയില്ല അല്ലെ. രഹന പോയി. രഹന വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, മിസ്സേ ഞാൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ 1% പോലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൾക്ക് ആ ഇന്റർവ്യൂ പൊട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇത്രയും നല്ലൊരു ക്ലാസ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇതെന്താന്ന് വിചാരിച്ച്. പക്ഷേ രഹന ഭയങ്കര കോൺഫിഡൻ്റാ. രഹന അതിൽ നിന്ന് മാറാനൊന്നും റെഡി ആയിട്ടില്ല. ആള് പിന്നെ നമ്മുടെ മാസ്റ്ററിങ് IG അല്ല എടുത്തിരിക്കുന്നത്, ചെക്ക് പോയിന്റ് അറിയാത്തവരോട് പറയാനില്ല. ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 4 മുതൽ 8 വരെയുള്ള ബ്രിട്ടീഷ് സ്കൂളിലെ സബ്ജക്റ്റിന്റെ ട്രെയിനിങ് ആണ്. അതിൽ നമ്മൾ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ് ആണ് കൊടുക്കുന്നത്. രഹന മാത്തിന്റെ ടീച്ചറാണ്. രഹന ആ കോഴ്സ് എടുത്തു. ആ ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും രഹനക്ക് ഇതേ സ്കൂളിൽ നിന്ന് കോള് വരികയാണ്, ഒന്നും കൂടെ ഡെമോ ചെയ്യാനും വേണ്ടിയിട്ട്. രഹന പോയി. പിന്നെ രഹന വിട്ടുകൊടുക്കുമോ? പിന്നെ നമ്മുടെ ചെക്ക് പോയിന്റിന്റെ കോഴ്സിൽ നമ്മൾ അവരെ കൊണ്ട് ലൈവ് ഡെമോ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രഹന പോയി ഡെമോ കൊടുത്തു. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? രഹനക്ക് ജോബ് കിട്ടി. ബ്രിട്ടീഷ് സ്കൂളിലെ സാലറി ആവുമ്പോൾ എന്താണ്, ഇപ്പൊ തന്നെ ചെറിയ ക്ലാസ്സിലേക്ക് എൻട്രി ജോബാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു CBSE സ്കൂളിലെ +2 ടീച്ചറുടെ സാലറി രഹന വാങ്ങുന്നുണ്ട്. ആള് ഹാപ്പിയാണ്. അപ്പോൾ ഇനി നേരിട്ട് നമുക്ക് രഹനൻ്റെോട് കാര്യം നേരിട്ട് ചോദിക്കാം. രഹനക്ക് എന്തൊക്കെയായിരുന്നു ആ പോകുന്ന വഴികളിലുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു. അപ്പൊ നിങ്ങൾ ശരിക്ക് കേട്ടോ, ടെൻഷൻ വേണ്ട. അപ്പൊ നിങ്ങളെ ടെൻഷൻ കുറയും രഹനന്റെ വീഡിയോ കാണുമ്പോൾ. രഹന അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ, രഹനയുടെ ഒരു കരിയർ ജേണി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഹായ് മാം. ഹായ്. ഞാൻ ജിദ്ദയിലാണിപ്പോ. ഞാൻ ജിദ്ദ വന്നിട്ടൊരു 2 വർഷമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ വന്ന ടൈമിൽ പ്രഗ്നന്റ് ആയിരുന്നു. മോനായി. മോൻ കഴിഞ്ഞ് അവനൊരു 2 ഇയേഴ്സ് ആയപ്പോൾ ഇനി ഒന്ന് എന്തെങ്കിലും ഒരു കരിയറിലോട്ട് തിരിയണം. അപ്പൊ ഏറ്റവും നമുക്ക് ടൈം സ്യൂട്ടബിൾ ആയിട്ടുള്ളതും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലതും ടീച്ചിങ് ജോബാന്ന് തോന്നി. പക്ഷെ എനിക്കുള്ളത് ആകെ ഡിഗ്രി മാത്രമാണ്. ഞാൻ MBT ജോയിൻ ചെയ്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞാനിപ്പോ വെറുതെ റാൻഡംലി ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് മാമിന്റെ ഒരു വീഡിയോ കണ്ടത്. അത് കണ്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്ത് മാമിന്റെ അപ്പൊ ഒരു ഗ്രൂപ്പ് കണ്ടു. അങ്ങനെ വന്ന് കയറി. അപ്പൊ മാം അതിലിങ്ങനെ ഓരോ സ്പീച്ച് ഇടുന്നത് കണ്ടു. അങ്ങനെ കണ്ട് ഞാൻ മാമിനോട് എന്താ എടുക്കുക, എനിക്ക് എന്റെ ഡിഗ്രിക്ക് ഏതാ ഞാൻ എടുക്കാന്ന് വെച്ചപ്പോ മാം പറഞ്ഞു ഇങ്ങനെ മാത്സ് ബെസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് വെറും ഒരു, എനിക്ക് തോന്നുന്നു ഞാനൊരു 15 ഡേയ്സ് മാമിന്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോ തന്നെ മാം കോമൺ ആയിട്ട് ഗ്രൂപ്പില് നമുക്കിങ്ങനെ വേക്കൻസീസ് വരുന്ന ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ മാമായിട്ട് കോൺടാക്ട് ചെയ്തു, മാം എനിക്ക് താല്പര്യമുണ്ട് മാത്സ് ടീച്ചറായിട്ട്. ജസ്റ്റ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, ഞാനൊരു സ്കൂളിലും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, അതാണ് മെയിൻ. പിന്നെ പ്രൈമറി ടീച്ചറായിട്ടാണ്. അപ്പൊ നമുക്കറിയാലോ കൊച്ചു കുട്ടികളെ ഹാൻഡിൽ ചെയ്യണേ കുറച്ചുകൂടെ ഒരു നാക്കൊക്കെ വേണം. ആകെ BBA MBA ആണ്. MBA ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എക്സാംസ് തീർന്നിട്ടില്ല എന്നുള്ളൂ. എനിക്ക് ഒരു സെം ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ കയറി പോന്നെ. അപ്പോ ആ ഒരു മാനേജ്മെന്റ് സ്കിൽ അല്ലാണ്ട് വേറെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് തൊട്ടുമ്പോ മാമിനോട് പറഞ്ഞു, മാം എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്, ഞാൻ എന്താ ചെയ്യുക? അപ്പൊ മാം പറഞ്ഞു ഹൗ ടു ബിക്കം എടുത്തോ, എല്ലാം ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഹൗ ടു ബിക്കം നമുക്കറിയാം 3 മൊഡ്യൂൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഞാൻ CV പ്രിപ്പയർ ചെയ്യണം, ജസ്റ്റ് ഫുൾ ഓടിച്ചിട്ട് നോക്കി, ടൈം കുറവായിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ CV ഞാൻ, കാരണം എന്റെ കയ്യിരിക്കുന്ന CV ഭയങ്കര പൊട്ട CV ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെ നമ്മൾ സ്കൂളിൽ ഒരു ഇന്റർവ്യൂവിനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അത് ഞാൻ വളരെ പക്കയായിട്ട് നോട്ട് ചെയ്ത് പോയിട്ടോ. എന്റെ ഡ്രസ്സിങ്, എന്റെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് ഞാൻ ആ സ്കൂളിൽ ഫസ്റ്റ് ഇന്റർവ്യൂവിന് വന്നപ്പോൾ എനിക്കൊപ്പം തന്നെ ഒരു 3 ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ ലുക്കും കോൺഫിഡൻസും കണ്ടപ്പോ അവിടെ ഇരുന്ന് എല്ലാരും വിചാരിച്ച് ഞാനായിരിക്കും കയറുന്നതെന്ന്. അപ്പൊ ഞാൻ ഫ്രഷർ ആന്ന് പറഞ്ഞപ്പോ ആ കോർഡിനേറ്റർ എന്റെ ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിക്കാരി ഡൗട്ടിലാ നോക്കണത്. കാരണം
എന്റെ ഡ്രസ്സിംഗ് ഒക്കെ അത്രയ്ക്ക് ക്ലാസ് ആയിരുന്നു. അപ്പൊ അവര് വിചാരിച്ചു എനിക്ക് എന്തോ കുറെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അങ്ങനെ വന്നാന്ന് അവര് കരുതിയത്. കാരണം എന്റെ ഒപ്പം വന്ന ടീച്ചേഴ്സ് എല്ലാം സാധാ എന്റെ ഒപ്പം വന്നവര് മലയാളീസ് ആയിരുന്നു കേട്ടോ. അവരെല്ലാം നോർമൽ അബായൊക്കെ ധരിച്ച്, അപ്പൊ ഞാൻ അബായ മാറ്റിയപ്പോ അവര് മാറ്റണോ അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞു നമുക്ക് വേണേ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ അവര് മാറ്റുമ്പോ അവരുടെ ഡ്രസ്സിങ് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ആയിട്ട്, അപ്പൊ ഈ ടീച്ചേഴ്സ് വിചാരിച്ചു എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്തപ്പോ എനിക്ക് ഡെമോ സെഷൻ എന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ ക്ലാസ്സിന്റെ മാത്സ് സെഷന്റെ. ജസ്റ്റ് നമ്മുടെ ക്ലാസ് മാത്രമേ തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഞാൻ പാനിക്കായി. കാരണം ഇത്രയും കുട്ടികള്, എന്റെ സൗണ്ട് തന്നെ നോർമലി പുറത്തേക്ക് വരുന്നില്ല. ഞാൻ കുറെ പ്രിപ്പയർ ചെയ്തു. ക്ലാസ്സിൽ ചെന്നപ്പോ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എന്തൊക്കെയോ ഞാൻ തപ്പിപ്പിടിച്ച് തീർത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അവര് ശരിക്കും എന്നിൽ നിന്ന് അതല്ല പ്രതീക്ഷിച്ചെന്ന് അവരുടെ ഫേസിൽ നിന്ന് ക്ലിയർ ആയിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ ചെയ്ത അത്ര നന്നായിട്ടില്ല എന്ന്. അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ മാമിന് മെസ്സേജ് അയച്ചു, മാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് അത്ര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ മാമിന് മെസ്സേജ് അയച്ചു, മാം ഞാൻ ചെയ്ത അത്ര വൃത്തിയായിട്ടില്ല. അപ്പൊ മാം പറഞ്ഞു വിട്ടോണ്ട് മാമിന് മോശമാവുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അവിടെ നോക്കിയായി. എനിക്കപ്പോ പ്രതീക്ഷയായി. കാരണം എനിക്ക് ഒരിടത്തുനിന്ന് ഇതുപോലെ ആരും എന്നെ ഏതെങ്കിലും സ്കൂളിൽ എനിക്ക് എക്സ്പീരിയൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ചാൻസ് തരില്ലല്ലോ. എനിക്കൊരു എക്സ്പീരിയൻസ് ആയി എങ്ങനെയാണ് ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുട്ടികൾ നമ്മൾ പറയുമ്പോൾ അവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും. ഇവര് തിരിച്ചോരോ നമ്മൾ ചെറുതായിട്ടൊന്ന് പതറുമ്പോ അവര് തിരിച്ച് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി കുട്ടികൾ ഇങ്ങനെയാണ്. നമ്മൾ ഒരു അടി താഴോട്ട് താന്നു കൊടുത്ത് അവരപ്പം തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ മനസ്സിലായി കുട്ടികൾ ഇങ്ങനെയാണെന്നൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. ഇതാണ് ക്ലാസ് എന്നൊരു ഐഡിയ. ഞാൻ അല്ലാണ്ട് ബ്രിട്ടീഷ് സ്കൂളിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം ഈ സെയിം സ്കൂളിൽ നിന്ന് ഒരു 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് പകരെടുത്ത മിസ്സിനെ വീണ്ടും മാറ്റിയിട്ട് വീണ്ടും ഇന്റർവ്യൂ കോൾ വന്നു. അവര് പറഞ്ഞു അന്ന് മാമിന് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, മനസ്സിലായി, വേണമെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഒരാൾക്ക് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം. എനിക്ക് രാവിലെ ഒരു 9 o'clock കോള് വന്നേ. ഞാൻ അന്ന് തന്നെ ഒരു 11 ആയപ്പോഴും ഞാൻ സ്കൂളിലെത്തി. എനിക്ക് 2 അവേഴ്സ് കിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ടൈം ഒന്നും കിട്ടില്ല. പക്ഷെ എനിക്ക് എന്തറിയാമോ, ആ കോൺഫിഡൻസിൽ എനിക്ക് എന്ത് കിട്ടിയോ അത് ഞാൻ പോയി ഡെലിവറി ചെയ്തു. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ, അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ധൈര്യത്തിൽ ഞാൻ പോയി ചെയ്തു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആ ജോബ് കിട്ടി. ഭയങ്കര ഹാപ്പി, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ ഈ ഇന്റർവ്യൂ പോയതും അത് പൊട്ടിയതും ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, എന്റെ വീട്ടിൽ പറഞ്ഞു. കാരണം ഞാൻ പോയ കാര്യം ആരോടും പറഞ്ഞില്ല കേട്ടോ. പോയിട്ട് പൊട്ടിയ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ അവരെല്ലാരും എന്നെ കളിയാക്കി. അത് കഴിഞ്ഞിട്ട് ഈ സെയിം ജോബ് എനിക്ക് കിട്ടിയെന്ന് 15 ദിവസം കഴിഞ്ഞ് പറഞ്ഞപ്പോ എല്ലാരും ഷോക്കായി. നിനക്ക് കിട്ടിയാ, എങ്ങനെ കിട്ടി, നിനക്ക് എന്താ എക്സ്പീരിയൻസ് ഉള്ള, നീ അത്രയ്ക്ക് ലാംഗ്വേജ് ഉണ്ടോ എന്നൊക്കെ പറയും. സത്യത്തിൽ എനിക്ക് ഇംഗ്ലീഷ് ഞാൻ ഭയങ്കര ഫ്ലുവന്റോ ഭയങ്കര ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളൊന്നും അല്ല ഞാൻ. എന്നാലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. അത്ര ഫ്ലുവന്റ് ഒന്നുമില്ല. അപ്പൊ എല്ലാരും ബ്രിട്ടീഷ് സ്കൂളിൽ നിനക്ക് കിട്ടിയെന്നൊക്കെ ഭയങ്കര അത്ഭുതത്തിൽ ചോദിച്ചപ്പോ ഞാൻ വലിയ സംഭവ. സത്യത്തിൽ എന്റെ ഫുൾ ക്രെഡിറ്റ് മുനീറ മാമിനുള്ള. കാരണം ഈ മെഡ്യൂസ് പാർക്കിന്റെ ഈ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു ജോബും കിട്ടില്ല, ഇങ്ങനെ ഒരു ചാൻസ് നമ്മൾ അറിയുന്നില്ല. നമുക്ക് നമ്മളെപ്പോലെ സാധാ ഡിഗ്രി ആയിട്ട് വന്ന് നിൽക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. കാരണം സെയിം ടൈം എന്റെ 1-2 കസിൻസ് ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയണേ PG വേണം, നല്ല നല്ല പോലെ ലാംഗ്വേജ് സ്കിൽ വേണം. കാരണം അവർ ഓൾറെഡി ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് നല്ല പോലെ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന നമുക്കൊന്നും പറ്റിയ ജോബല്ല, നമുക്കൊന്നും കിട്ടത്തൂല്ല, കേരളത്തിൽ ജനിച്ച് വെറുതെ വളർന്നു എന്നൊക്കെ ആ ഒരു ഗിൽറ്റ് ഫീൽ ആയിരുന്നു എനിക്കുള്ളിൽ. കാരണം നാട്ടിൽ ഞാൻ ഒരു MBA ചെയ്ത് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോ ഞാൻ ജസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊന്നും കിട്ടില്ല, കാരണം ഹസ്ബൻഡ് ഇവിടെ സെറ്റിൽ ആയിപ്പോയി, ഇനി നാട്ടിൽ പോകാനും പറ്റില്ല, ഇനി ലൈഫിൽ ജോലിന്നൊരു പ്രതീക്ഷ ഉണ്ടാവൂല. ആ ഒരു മൈൻഡിലാണ് ഞാൻ നിന്നിരുന്നത്. പക്ഷെ ഈ കോഴ്സിന്റെ ബാക്കിൽ കുറെ, ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത ഒരു കാരണം തന്നെ ഇതിനകത്ത് കുറെ പേര് ഇങ്ങനെ റിവ്യൂസും അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊള്ളാലെ, ഇങ്ങനെ കിട്ടുമോ, അങ്ങനെ ചാൻസ് ഉണ്ടോ, അങ്ങനെ തപ്പി 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 ഞാൻ വന്നപ്പോഴാണ് മാമിന്റെ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ മാമിനോട് ചോദിച്ചപ്പോ മാം റാൻഡംലി ഇങ്ങനെ പറഞ്ഞു മാത്സ് ഒക്കെ നല്ലതായിരിക്കും, ജസ്റ്റ് എടുത്ത് നോക്ക്. അങ്ങനെ ഞാൻ മാത്സ് നോക്കിയപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോർഷൻസ് ഒക്കെ ഉള്ളൂ, വലിയ ടഫ് ഒന്നും അല്ല, നമുക്ക് സാധിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എടുത്തെടുത്ത് അപ്പൊ മാമിന്റെ ശരിക്കും ആക്ച്വലി ഹൗ ടു ബിക്കം അടിപൊളിയാണ്. പക്ഷെ ഞാൻ എടുത്തത് ഇന്റർവ്യൂവിന്റെ തലേന്നാ. നമ്മൾ മിനിമം ഒരു കുറച്ച് ദിവസം മുന്നെങ്കിൽ എടുത്താൽ പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഹൗ ടു ബിക്കം എടുത്തോണ്ടാണ് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ എന്ത് ടൈപ്പ് ഡ്രസ്സ് ഇട്ടാണ് അവര് മുമ്പിൽ നമ്മളെ പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ആക്ടിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, ഞാൻ അതെല്ലാം കാണിച്ചു. പക്ഷെ എന്റെ ഉള്ളിലെ കോൺഫിഡൻസ് കുറവും
നമുക്ക് ആ ഒരു ടെൻഷനും ഫസ്റ്റ് പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് മാത്രമേ പാളിയുള്ളൂ. പക്ഷെ സെക്കൻഡ് ടൈം അൽഹംദുലില്ലാ അത് ആ സെയിം ജോബ് തന്നെ നേടിയെടുത്തപ്പോൾ ഒരു സന്തോഷം. പിന്നെ മാം പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഒരു എൻട്രി ജോബ് ആയിട്ട് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും മുന്നോട്ട് നമുക്ക് വളരാം. കാരണം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്തോറും നമ്മൾ കുറച്ചുകൂടെ ആ സബ്ജക്റ്റിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവുമല്ലോ. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നിട്ട് കുറച്ചുകൂടെ എനിക്ക് സബ്ജക്റ്റ് അറിയാം, അല്ലെങ്കിൽ എനിക്ക് വേറെ ഇച്ചിരി ബെറ്റർ സ്കൂളിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ആയി. പക്ഷെ എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതൊരു വലിയ കാര്യം തന്നെയാ. അതും ബ്രിട്ടീഷ് അങ്ങനൊരു സ്കൂളിലേക്കുള്ള ഒരു എൻട്രിയാണ് അതെ, കിട്ടിയിരിക്കുന്നത്. പിന്നെ വലിയൊരു ഓപ്പണിംഗ് തന്നെയാണത്. അപ്പം എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഇംഗ്ലീഷ് നന്നായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുട്ടോ എൻട്രിക്കാർക്ക്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ എല്ലാവരും, എനിക്ക് വ്യൂവേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ രഹന എന്ന് പറയുന്നത് ആള് മാത്തിലല്ല ഡിഗ്രി, ആള് BBA ആൻഡ് MBA ആണ്, കമ്പനി ഓക്കെ. എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് സ്കൂളിലേക്ക് കയറാൻ വന്നു. അപ്പൊ നിങ്ങൾ നാട്ടിലുള്ളവർ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ധൈര്യം, കോൺഫിഡൻസും. പിന്നെ രഹനയെ വിളിക്കാനുള്ള വേറൊരു കാരണം എന്താന്ന് വെച്ചാല്, രഹനന്റെ ആ ഡ്രസ്സിങ്ങും കോൺഫിഡൻസും മറ്റ് ടീച്ചേഴ്സിൽ നിന്നൊക്കെ അവർ അത് രഹനനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ രഹനന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലും വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഞങ്ങൾ പേടിക്കേണ്ടതൊക്കെ രഹന പറയുന്നത് കേട്ടല്ലോ. ഇനി രഹന നമ്മുടെ ചെക്ക് പോയിന്റിന്റെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് കൊടുത്തല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ ഈ ഡെമോ കൊടുത്തത്? അതെ അതെ. ഓക്കെ, അതിൽ നിന്ന് ഇതിലേക്ക് എന്തെങ്കിലും ഒരു പിന്നെ കോൺഫിഡൻസ് കൂടി കൂടുതൽ കിട്ടിയോ? ചെക്ക് പോയിന്റിന്റെ ഒരു ആ ഉവ്വ ചെക്ക് പോയിന്റിൽ ഡെമോ ഒക്കെ ചെയ്തല്ലോ, ലൈവ് വന്നിട്ട് ചെക്ക് പോയിന്റ് കോഴ്സ് എടുത്തിട്ടുണ്ടല്ലോ ഉവ്വ രഹന. ഉവ്വ ഓക്കെ, അത് ഉവ്വ ഇവിടെ പിന്നെ അതിന്റെ ഒരു ധൈര്യം കിട്ടിയിരുന്നോ ചെക്ക് പോയിന്റ് ഉവ്വ ചെയ്തതിന്റെ? തീർച്ചയായും കിട്ടി. നമുക്ക് അറിയില്ലല്ലോ നമുക്ക് എങ്ങനെ ഡെമോ ചെയ്യണ്ടേ. കാരണം ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഒരു കോളേജ് വരെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ സംസാരവും നമ്മൾ പഠിപ്പിച്ചു പോണ രീതിയും ഇച്ചിരൂടെ വലിയ രീതിയിലാണ് ടൈപ്പിംഗ്. കാരണം നമ്മൾ ഭയങ്കര സ്പീഡിൽ തീർത്തു പോകും ടോപ്പിക്കുകൾ. പക്ഷെ ഈ പ്രൈമറി സ്കൂളിൽ നമ്മൾ കുറച്ചുകൂടെ ചെറിയ കുട്ടികളാണ്, നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കുറച്ചുകൂടെ വൈഡാക്കി പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായി. ഞാനൊക്കെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് ഒക്കെ എടുത്തപ്പോൾ PPT ഭയങ്കര റാൻഡം ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ചുമ്മാ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകും. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മുടെ അതേ നോളജ് ഉള്ളവരെ ഓപ്പോസിറ്റ് ഇരിക്കണമെന്നാ നമ്മള് ഇത് ഇത്രയല്ലേ ഉള്ളൂ, അതല്ല. മനസ്സിലായല്ലോ, ആ ഒരു തോട്ടിലാ പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് കുട്ടികൾക്ക് ഇതെല്ലാം തുടക്കമാണ്. നമ്മള് ഈ ഒരു ഏജ് ആയിരിക്കുമ്പോ നമ്മൾ 10 വട്ടം പറഞ്ഞാലേ അവർ ഒരു വട്ടം ലിസൺ ചെയ്യുള്ളൂ. നമ്മൾ ഒരു വട്ടം കൊണ്ടൊന്നും അത് പോയി തീരില്ല. അപ്പൊ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് കുട്ടികളെ ട്രിക്കിൽ പിടിക്കേണ്ടതെന്ന് മനസ്സിലായത് ഈ ഡെമോയിലൂടെയാണ്. രഹന പറഞ്ഞ വേർഡ്സ് ടീച്ചേഴ്സ് ഒന്ന് നോട്ട് ചെയ്തോ. നമ്മള് ഭയങ്കര MBAയും വലിയ ഡിഗ്രിയും ചിലപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് വന്നതിനാവും. പക്ഷെ നമുക്ക് കിട്ടുന്ന ജോബ്, രഹനപ്പ് ഒരു എൻട്രി ലെവലിൽ കയറിയിരിക്കുകയാണ്, നല്ല സാലറി ഉണ്ട്, ഇന്ത്യൻ സ്കൂളിനേക്കാളും സാലറി ഉണ്ട്. അപ്പൊ രഹന എന്താ ചെയ്യുന്നത്, ആ കുട്ടികളുടെ ലെവൽ മനസ്സിലാക്കിയിട്ട് ആ കുട്ടികൾക്കനുസരിച്ച് മാറുകയാണ് രഹന ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സൂപ്പർ ടീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ രഹനക്ക് വേറൊരു ക്ലാസ് കൊടുത്താൽ രഹന എന്ത് ചെയ്യും? ആ കുട്ടികളുടെ ലെവലിലേക്കാണ് രഹന മാറുക. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ പേടിച്ചിരിക്കേണ്ട. ഇപ്പൊ മാത്ത് ഒക്കെ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ, ഇപ്പൊ ഡിഗ്രി ഇല്ലെങ്കിലും BBAക്കാർക്ക് എന്തായിരുന്നു മാത്തിലാണ് രഹന ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത്ര കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് രഹന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഒരു ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു ബ്രിട്ടീഷിലേക്ക്, അറബ് കുട്ടികളൊക്കെ ആണല്ലോ വരുമ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ അല്ലേ, എന്ത് തോന്നി? എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ മാറ്റം. ആ മാറ്റം എന്താന്ന് വെച്ചാൽ നല്ലതായിട്ട് തോന്നി. നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നല്ലൊരു ക്ലാസ് ലുക്ക്, എല്ലാ ടീച്ചേഴ്സും നല്ല ടിപ് ടോപ്പിൽ വെയർ ചെയ്ത്, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കോളീഗ്സ് എല്ലാം അറബ്സ്, ആ ഒരു സ്റ്റാൻഡ് അങ്ങോട്ടും അതെ, ഇങ്ങോട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ അതെ, ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മളെപ്പോഴും അതെ, മിങ്കിൾ ചെയ്യുന്ന എപ്പോഴും മലയാളീസ് ആയിട്ട് ആ ഒറ്റ ഇതിൽ തന്നെ കിടന്ന് സർക്കിളിൽ കിടന്ന് കറങ്ങുമല്ലേ. അതെ. അവിടുന്ന് ഇങ്ങനെ ഒരു ജോബ്, നമ്മുടെ ഡ്രസ്സിങ് മാറുന്നു. അത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൗദികളൊക്കെയിടയിൽ നമ്മൾക്കൊരു ആ പ്രൗഡ് ആയിട്ടുള്ള ഒരു സൗദികൾക്കിടയിൽ മൊമെന്റ്, എനിക്കും അങ്ങനെ ആ ഒരു തന്നെയായിരുന്നു. റെസ്പെക്ട് കിട്ടുക, അത് എനിക്ക് ഭയങ്കര, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ഇത്ര ഇത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാരും എൻജോയ് ചെയ്യും. അത് എനിക്ക്, നല്ലൊരു രഹന സ്കൂളിൽ കിട്ടി കഴിയുമ്പോൾ ഞാൻ എന്താന്ന് ചെയ്തത് അറിയാം, വ്യൂവേഴ്സ് കേട്ടോട്ടോ. ഞാൻ ബാക്കിലേക്ക് മുടി നമ്മളിങ്ങനെ പിന്നിട്ടിടൂലേ, അങ്ങനെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് ഉം, ഈ കുട്ടികൾക്ക് വലിയൊരു ഇതില്ല. പിന്നെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് വരുത്തി, ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് മേക്കപ്പ്, നമ്മൾ ആദ്യം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആ, ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് വരുത്തി, നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടി. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, നമ്മൾ ഇന്ത്യൻ സ്കൂൾ ആകുമ്പോൾ വെറും ഇന്ത്യക്കാരെയാണ് കാണുന്നത്. ഇവിടെ അതെ. വ്യത്യസ്ത നാഷണാലിറ്റീസ് കൂടെ, സൗദികളുടെ കൂടെ അവരുടെ കൾച്ചർ കാണുന്നു, ഈ കുട്ടികളുടെ കൾച്ചർ പഠിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മൾ
എനിക്ക് ഗൾഫിൽ വരുമ്പോൾ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും പറയാൻ, നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തേക്ക് കയറിപ്പോയിക്കോ. കാരണം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് രഹനയിൽ നിന്ന് ശരിക്കും റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷും അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവർക്കും നമ്മൾ അത്ര ഭയങ്കര ഇംഗ്ലീഷ് ഇല്ലല്ലോ അറബ്സിൻ്റെ ഇതിൽ. നമുക്ക് അല്ല അല്ല അല്ല. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റും. നമുക്ക് നമ്മൾ പറയുന്നത് സബ്ജക്ട് അവർക്കും നോളജ് അവർ മാത്രം പറയുന്നത് ഉണ്ടായാൽ മതി. അങ്ങോട്ടും നമുക്ക് സംസാരിച്ച് മനസ്സിലാവും. നിൽക്കാൻ പറ്റും. കുട്ടികളെ നല്ലപോലെ കുട്ടികളെ ഏതാണ്ട് അവരെ നല്ലപോലെ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നവർക്ക് മനസ്സിലായാൽ മതി. അതെ അല്ലാതെ അതെ ഭയങ്കര അതെ. ഇംഗ്ലീഷിൽ അവരുടെ അടുത്ത് തകർക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നവർക്ക് മനസ്സിലായി, അവരും ഒക്കെയാണ്, അവരും അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്നത്. അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടിട്ട് ലാസ്റ്റ്. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ട്, ഒരു സജഷൻ അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാണ്ട് അവര് പേടിച്ചിരിക്കുകയാണ്. ലാംഗ്വേജ് എനിക്ക് കിട്ടുമോ, ബ്രിട്ടീഷിൽ ഇന്ന എടുക്കുമോ, അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാണ്ട്. ഒരു രീതിയിലും ടെൻഷൻ അടിക്കണ്ട. കാരണം ഞാൻ 2 വർഷം ഇവിടെ വെയിറ്റ് ചെയ്ത് എന്റെ മോന് ഡെലിവറി കഴിഞ്ഞ് അവനെ ഫീഡ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കോഴ്സും എടുത്തിട്ടില്ല. ഞാൻ ഒരു ഹോംവർക്കും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാണ്ട് വെറും 1 മാസം കൊണ്ടാണ് ഞാൻ വെറുതെ ഇപ്പൊ മെഡ്യൂസ് പാർക്കിന്റെ ആളായതുകൊണ്ട് മെഡ്യൂസ് പാർക്കിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യണമെന്നും അല്ല കേട്ടോ. നമ്മൾ ഇതല്ലെങ്കിൽ ഇതുപോലെ തോന്നുന്ന ഏത് ബെസ്റ്റ് കോഴ്സ് എടുത്താലും നമുക്ക് നല്ലതാണ്. നമ്മൾ പേടിക്കേണ്ട, നമുക്ക് മനസ്സിലാവുന്ന പോർഷൻസേ ഉള്ളൂ, നമുക്ക് സാധിക്കുന്നതേ ഉള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു 75% നമ്മുടെ ടെൻഷൻ മാത്രം. നമുക്ക് കിട്ടുമോ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എടുക്കുവോ, ബ്രിട്ടീഷ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അതിനകത്ത് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് കൂടെ ഒഴുകിപ്പോക്കോളും. പേടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആകെ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്, ഏതൊക്കെ കോഴ്സ് എടുത്താലും നിങ്ങൾ ഹൗ ടു ബിക്കം എന്തായാലും എടുക്കണം കേട്ടോ. കാരണം എങ്കിലേ നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെ അവിടെ പെരുമാറണം, എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുണ്ട്. നമ്മൾ ഫസ്റ്റ് എൻട്രിയും എന്തായാലും പുതിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, നമ്മൾ എങ്ങനെയൊക്കെ അവിടെ പിടിച്ച് നിൽക്കണം എന്ന് കുറച്ച് ട്രിക്ക് കിട്ടണം, നല്ലത് തന്നെയാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് 4-5 വർഷം കൊണ്ട് കിട്ടണേക്കാൾ അപ്പോഴേക്കും നമ്മൾ കുറെ മണ്ടത്തരങ്ങൾ ഒപ്പിക്കും. ആ സ്ഥാനത്ത് 10-20 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുടെ അത് ഒറ്റയടിക്ക് കിട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതും നല്ലതാണ്. പിന്നെ സബ്ജക്റ്റിനെ പറ്റി ഒരു ക്ലാസ് കിട്ടുന്നത് അതൊരു ബെസ്റ്റ് തന്നെയായിരിക്കും. നമുക്ക് നല്ലപോലെ ഹെൽപ്പ് ആവും. ഒരുപാട് വലിയ പേടിച്ച് കിട്ടൂല്ലോ. പിന്നെ എല്ലാരും ഒന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. എനിക്കത് മാത്രം സർട്ടിഫിക്കറ്റ് കുറച്ച് അറ്റസ്റ്റ് ടൈം ചെയ്യുക, എടുക്കും. ധൈര്യമായിട്ട് കയറി പോരാ. ബി എഡ് ഉണ്ടോ ധൈര്യമായിട്ട് കയറി രഹനക്ക്? പോരാ. ബി എഡ് ഉണ്ടോ രഹനക്ക്? ഇല്ല ഇല്ല, എനിക്ക് ബി എഡ് ഇല്ല. പക്ഷെ എന്റെ ഒപ്പം ഇതില്ല, വർക്ക് ചെയ്യുന്ന എല്ലാ ഇതില്ല കേട്ടോ, ബി ടീച്ചേഴ്സും എഡും ഇല്ല. അവര് അവര് ചോദിച്ചു ബി എഡ് ആണോ, അല്ല. അപ്പൊ മാത്സിലാണോ ഡിഗ്രി, അല്ല. ഇതൊന്നും ഞാനല്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് മെഡ്യൂസ് പാർക്കാണ്. സോ പ്രൗഡ് ഓഫ് യു, സോ പ്രൗഡ് ഓഫ് യു ഡിയർ. അമേസിങ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് രഹന, ഈ ഒരു കരിയർ ജേണി തന്നതിൽ. എത്രയോ ടീച്ചേഴ്സിന്റെ പേടി മാറി കിട്ടും. കാരണം ആ ഒരു കോൺഫിഡന്റ് ലെവൽ തന്നെ വേറെ ലെവലിലായി അല്ലെ, 1 അല്ല വീക്ക് അതാവും. സ്കൂളിൽ. അല്ല, നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. 2 വർഷം വരെ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ മടി പിടിച്ച് വെറുതെ റീല് കണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ കോൺഫിഡൻസ് ലെവൽ എന്താ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. കാരണം അവർക്ക് ഈ ലോകമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ ചിന്തകളെല്ലാം നെഗറ്റീവിലോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളെ ചുറ്റിപ്പറ്റി അവരുടെ കരച്ചിൽ, അവരുടെ പ്രോബ്ലംസ്, അത് മാത്രമേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ആ എന്നെ ധൈര്യമായിട്ട് ഒരു കേംബ്രിഡ്ജിന്റെ ഒരു സ്കൂളിൽ ചെന്ന് നിർത്തി ഒരു ടീച്ചിങ്ങിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞത് ശരിക്കും മെഡ്യൂസ് പാർക്കിന് തന്നെ ഒരു കഴിവാണെന്ന് തന്നെ ഞാൻ താങ്ക് യു വിശ്വസിക്കുന്നു. സോ കാരണം അല്ലാണ്ട് മച്ച്, താങ്ക് ഒരിക്കലും യു എനിക്ക് സോ ജോബ് മച്ച്, കിട്ടില്ല. താങ്ക് യു സോ മച്ച്. സോ അത്ര എന്നെ രഹന, മാറ്റിയതാ. ഇനി നമ്മളെ വീഡിയോക്ക് താഴെ കമന്റ്സ് ഒക്കെ വരും. ഫ്രീ ടൈം, എനിക്കറിയാം സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ കുറച്ച് ബിസി ആയിട്ടുണ്ടാവും. അപ്പൊ ഫ്രീ ടൈമിലൊക്കെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ്സുകൾക്ക് പറ്റുന്നതിനൊക്കെ നമ്മൾ പറ്റുന്നൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ഓക്കെ അവര് സ്കൂൾ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും കൊടുക്കണം കേട്ടോ. താങ്ക് ഓക്കെ. യു.